ഹായ് ഫ്രണ്ട്സ്, ജോർദാൻ ബോർഡർ മുതൽ അമ്മൻ വരെയുള്ള യാത്രയും അമ്മനിലെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം തീയതി രാവിലെ ദോഹയിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ 10-ാം തീയതി 3 മണിയോടുകൂടി ജോർദാൻ ഇമിഗ്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ജോർദാന്റെ ക്യാപിറ്റൽ സിറ്റിയായ അമ്മനിലേക്ക് യാത്ര തിരിച്ചു. 160 കിലോമീറ്റർ, ഏതാണ്ട് 2 hours ടു റീച്ച് അമ്മൻ. ഇവിടുത്തെ ആകാശവും ഭൂമിയും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നി. ക്ലൗഡ്സ് ആർ സോ ബ്യൂട്ടിഫുൾ. കുട്ടികൾ അങ്ങനെ കാഴ്ചകൾ കണ്ടും കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും സമയം ചെലവഴിച്ചു. റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള പാട്ടുകൾ കേൾക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാന വിനോദം. ഏതാണ്ട് 100 കിലോമീറ്റർ പിന്നിട്ട് സിറ്റിയോടടുത്തപ്പോൾ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. മഴ ആസ്വദിച്ചുകൊണ്ടുള്ള ഡ്രൈവ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. Amman city is the capital of Jordan. The city is situated on a hilly area between the desert and the Jordan Valley. Almost half of the Jordan population is concentrated in the Amman area. ഇന്ന് രാത്രിയിൽ അമ്മനിൽ സ്റ്റേ ചെയ്ത് നാളെ ഡൗൺ ടൗൺ, റോമൻ തിയേറ്റർ, സിറ്റാഡൽ എന്നിവ കാണുക എന്നതാണ് ഉദ്ദേശം. ഖത്തറിലെയും സൗദിയിലെയും റോഡ് നിയമങ്ങളും എല്ലാം ഏതാണ്ട് ഒരുപോലെ ആയതിനാൽ വളരെ എളുപ്പമായിരുന്നു. ജോർദാനിലെ റോഡിനെ കുറിച്ചും അവിടുത്തെ റോഡ് നിയമങ്ങളെ കുറിച്ചും ഒന്നും അറിയത്തില്ലാത്തതിനാൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, സിഗ്നൽ എവിടെയാണ്, ക്യാമറ വെച്ചിട്ടുണ്ടോ, സ്പീഡ് ലിമിറ്റ്, ഇതെല്ലാം ഞങ്ങളെ കൺഫ്യൂഷനാക്കി. ചെറിയ ചെറിയ റോഡുകളും മൾട്ടിപ്പിൾ ഡൈവേർഷൻസും ആയതിനാൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാൽ കൂടി വഴി തെറ്റുവാൻ സാധ്യതയുണ്ട്. സിറ്റിയെക്കുറിച്ചും റോഡിനെക്കുറിച്ചും ഒന്നും അറിയാത്ത ഞാൻ എന്തായാലും സിറ്റിയിലൂടെ ഒരു ഡ്രൈവ് നടത്താം എന്ന് തീരുമാനിച്ചു. മലകൾക്കിടയിലൂടെയുള്ള റോഡുകളും പാലങ്ങളും അണ്ടർപാസുകളും എല്ലാം അതിമനോഹരമായി തോന്നി. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ സിറ്റിയിലൂടെ ചുമ്മാ കാർ ഓടിച്ച് ഏതാണ്ട് 1 മണി നേരം ഞങ്ങൾ യാത്ര ചെയ്തു. ഇന്ന് രാത്രിയിൽ സ്റ്റേ ചെയ്യുവാൻ ഒരു റൂം കണ്ടുപിടിക്കുക എന്നുള്ളതായി അടുത്ത ലക്ഷ്യം. ഷൈബി അതിന്റെ തിരച്ചിലുകൾ തുടങ്ങി. ഒരു ഹോം ഫീലിംഗ് തരുന്നത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും അപ്പാർട്ട്മെന്റ് ആണ് ബുക്ക് ചെയ്യാറുള്ളത്. അപ്പാർട്ട്മെന്റുകൾ ഫർണിഷ്ഡ് ആയതുകൊണ്ട് ചെറിയ കുക്കിങ്ങും വാഷിങ്ങും അയണിങ്ങും ഒക്കെ നമുക്ക് അവിടെ സൗകര്യമുണ്ട്. എന്റെ ഇമാജിനേഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു അമ്മനിൽ ഉണ്ടായിരുന്നത്. അതിഭയങ്കര മലകളും അതിലൂടെയുള്ള റോഡുകളും കുത്തനെയുള്ള കയറ്റവും മുകളിലായിരിക്കുന്ന വീടുകളും എല്ലാം അതിമനോഹരമായി തോന്നി. അതിനിടയിൽ മറ്റൊരു കാര്യം പറയട്ടെ, ഡ്രൈവിംഗ് ഒരിക്കലും എനിക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയി തോന്നിയില്ല. ഇറ്റ്സ് എ മെന്റൽ ആക്ടിവിറ്റി. കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കളിക്കുന്നത് പോലെ ഡ്രൈവിംഗ് എപ്പോഴും ഒരു മെന്റൽ സ്ട്രെയിൻ ആണ്, ഒരു കോൺസെൻട്രേഷൻ ആണ് അവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ശാരീരികമായി എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം എന്ന് എനിക്കും തോന്നി, കുട്ടികൾക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ അമ്മനിൽ ഒരു സ്കേറ്റ് പാർക്ക് കണ്ടുപിടിച്ച് അവിടെ സ്കേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആ സ്കേറ്റ് പാർക്കിന്റെ പേര് 7 ഹിൽസ് സ്കേറ്റ് പാർക്ക് എന്നാണ്. അതിനോട് ചേർന്ന് തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നതിനാൽ കുറച്ചു സമയം അവിടെയും ചെലവഴിച്ചു. $10 to 11 degrees Celsius ആയിരുന്നു അവിടുത്തെ മോർണിംഗ് ടെമ്പറേച്ചർ അറ്റ് 6:30 AM. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ അമ്മനിലെ യാത്ര ഞങ്ങൾ ആരംഭിച്ചു. റോമൻ തിയേറ്റർ ആണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. ദ റോമൻ തിയേറ്റർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡൗൺ ടൗൺ. അമ്മന്റെ ഹൃദയഭാഗത്തുള്ള പഴയ വാണിജ്യ കേന്ദ്രമാണ് ഡൗൺ ടൗൺ അഥവാ അൽ ബലദ് എന്നറിയപ്പെടുന്നത്. ഇവിടം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നവീന ശിലായുഗത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 7 കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം പിന്നീട് വളർന്നു വന്ന അമ്മാൻ നഗരത്തിന്റെ കേന്ദ്രമായി മാറി. ഡൗൺ ടൗണിലൂടെയുള്ള ഡ്രൈവ് അതിമനോഹരവും അതിശയിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അന്നേ ദിവസം ഈദിന്റെ അവധിയായിരുന്നതിനാൽ റോഡുകളിലൊന്നും വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല.
ദിസ് സിറ്റി ഈസ് സറൗണ്ടഡ് ബൈ 7 hills which are known as 7 jebels. അതിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ഡൗൺ ടൗൺ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ സെൻട്രലിലാണ് നമ്മൾ കാണാൻ പോകുന്ന റോമൻ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. റോമൻ തിയേറ്റർ ഈസ് ആൻ ഏൻഷ്യന്റ് ആംഫി തിയേറ്റർ ബാക്ക് ടു ദ 2nd century AD. ഡൗൺ ടൗണിലൂടെയുള്ള എന്റെ യാത്ര എന്റെ കുട്ടിക്കാലത്തേക്ക് എന്നെ കൊണ്ടുപോയി. ക്രിസ്തുമസിന് പുൽക്കൂട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന മലകളും വീടുകളും മരങ്ങളും ഒക്കെ അതേപടി ഇവിടെ കാണാൻ സാധിച്ചതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഡൗൺ ടൗണിലൂടെയുള്ള ഏതാണ്ട് 15 മിനിറ്റത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ റോമൻ തിയേറ്ററിലെത്തി. അമ്മാനിലെ ഏറ്റവും മനോഹരമായ പുരാവസ്തു സ്ഥലങ്ങളിൽ ഒന്നാണ് റോമൻ തിയേറ്റർ. ജോർദാനിന്റെ തലസ്ഥാനമായ അമ്മാനിലെ കാഴ്ചകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണിത്. 2ാം നൂറ്റാണ്ടിൽ റോമാക്കാർ നിർമ്മിച്ച ഈ തിയേറ്റർ അക്കാലത്തെ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന നാടകങ്ങൾ, കവിതാരചനകൾ, സംഗീത പരിപാടികൾ എന്നിവയ്ക്കായിട്ടാണ് ഈ തിയേറ്റർ ഉപയോഗിച്ചിരുന്നത്. ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഇരിപ്പിടങ്ങളാണ് റോമൻ തിയേറ്ററിന്റെ പ്രധാന ഘടന. ഈ ഇരിപ്പിടങ്ങൾ പല നിരകളായി ഉയർന്നു പോകുന്നു. ഓർക്കസ്ട്ര കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. വേദിയുടെ പിൻഭാഗത്ത് ഒരു വലിയ ചുമർ കാണാം. ഇതിൽ അലങ്കാരങ്ങൾ നിറഞ്ഞ നിരവധി തൂണുകൾ ഉണ്ടായിരുന്നു. അഭിനേതാക്കൾ വേഷം മാറുന്നതിനും സൂക്ഷിപ്പിനുമായി ഈ ചുമർ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. റോമൻ തിയേറ്ററിനോട് ചേർന്ന് തന്നെയാണ് ജോർദാൻ മ്യൂസിയം ഓഫ് പോപ്പുലർ അട്രാക്ഷനും സ്ഥിതി ചെയ്യുന്നത്.
This museum displays the traditional costumes of Jordan's people, including lovely embroidery and beautiful antique jewelry. It also houses a collection of mosaics from Madaba and several Byzantine churches. It is located at the end of Roman Theatre. ഇന്നും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന റോമൻ തിയേറ്റർ സാംസ്കാരിക പരിപാടികൾക്കും കച്ചേരികൾക്കും ഓർക്കസ്ട്രയ്ക്കും എല്ലാം വേദിയാകാറുണ്ട്. പുരാതന കാലഘട്ടത്തിലെ വാസ്തുവിദ്യയെയും ജീവിത രീതികളെയും കുറിച്ച് മനസ്സിലാക്കാൻ റോമൻ തിയേറ്റർ സന്ദർശിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ആ മലമുകളിൽ കാണുന്നതാണ് സിറ്റാഡൽ. നമ്മുടെ അടുത്ത യാത്ര അങ്ങോട്ടേക്കാണ്. അങ്ങനെ ജെയ്ഡൻ റോമൻ തിയേറ്ററിൽ ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്നും സിറ്റാഡിലേക്ക് യാത്രയായി. അങ്ങനെ ഡൗൺ ടൗണിൽ നിന്നും വലിയ ഒരു മല കയറ്റത്തിന് ശേഷം ഞങ്ങൾ അമ്മൻ സിറ്റാഡലിൽ എത്തിച്ചേർന്നു. അമ്മനിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 7 മലകളിൽ നടുവിലായിട്ടുള്ള ഒരു മലയാണ് അമ്മൻ സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു തെളിവുകൾ പ്രകാരം ചരിത്രം പറയുന്നത് ഏകദേശം 10,000 to 2000 BC വരെയുള്ള നവീന ശിലായുഗ കാലഘട്ടം മുതൽക്ക് ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബ്രോൺസ് ഏജ് 1800 BC ഈ കുന്നിനെ കോട്ടയാക്കി മാറ്റി. പിൻകാലത്ത് അയൺ ഏജ് റോമാ സാമ്രാജ്യ കാലത്തും റോമൻ എംപയർ ബൈസന്റൈൻ കാലത്തും ഉമൈദ് ഭരണകാലത്തും ഈ സ്ഥലം നിരന്തരം പുനർനിർമ്മിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ പല കാലഘട്ടങ്ങളിലെയും നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നു. ആ താഴെ കാണുന്നതാണ് റോമൻ തിയേറ്റർ. ഇവിടെ വന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ച മറ്റൊരു സംഭവം ഇതാണ്. പ്രായമായവരും കാലുമേലാത്തവരും വടിയും കുത്തിപ്പിടിച്ച് വളരെ സന്തോഷത്തോടുകൂടി നടന്ന് മല കയറി യാത്രകൾ ചെയ്ത് കണ്ടുപോകുന്ന ആ രംഗം എന്നെ സത്യമായിട്ടും അമ്പരപ്പിച്ചു. The 2 gained standing pillars are the remains of the Roman Temple of Hercules. Hercules ടെമ്പിളിന്റെ റിമൈനിങ് ആയിട്ടുള്ള ഈ 2 തൂണുകൾ മാത്രമാണ് ഇവിടെ അവശേഷിച്ചിരിക്കുന്നത്. ഇത് ടൗണിന്റെ ഏത് ഭാഗത്ത് നിന്നാലും കാണാൻ സാധിക്കും. പൊക്കോടാ.
ഇറങ്ങാൻ പറ്റുന്നിടത്തോളം ഇറങ്ങിക്കും. അതിനടിയിൽ എന്നാടാ? വേറൊരു ഹോളാ? എനിക്ക് അതിനൊക്കെ അപ്പുറത്തോട്ട് വെട്ടം കാണാമോ? Early Bronze Age caves ആണത്. This early Bronze Age cave tomb dates to the 23rd century BC. Tombs like this exist in different places in Amman, and they often have multiple burials inside. This cave houses a series of rock-cut tombs, and if you step in through the opening, you will see the limestone cavities. These were modified for communal burial during the Middle Bronze Age 4,000 years ago. It was common for such features and structures to be reused for different purposes in different periods of history or by different civilizations. This tomb was created and reused during the Umayyad period by stonecutters who were preparing the building stones for the massive building program at the citadel. സിറ്റാഡലിലാണ് ജോർദാൻ ആർക്കിയോളജിക്കൽ മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. This museum showcases an excellent collection of antiquities ranging from prehistoric times to the 15th century. The oldest human statues, 9,500 years old statues മുതൽ ഡെഡ് സീയുടെ സ്ക്രോൾസും പെട്രൈഡ് റിമെയിൻസും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂസിയത്തിൽ നിന്നും പുറത്തോട്ടിറങ്ങിയാൽ അതിന്റെ പുറകുഭാഗത്തായിട്ടാണ് ഉമ്യാദ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. The palace was an extensive complex of royal and residential buildings and was once home for the governor of Amman. AD 749-ലുണ്ടായ ഒരു എർത്ത്ക്വേക്കിലാണ് ഉമ്യാഡ് പാലസ് നശിപ്പിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു.
ചുരുക്കി പറഞ്ഞാൽ അമ്മൻ സിറ്റാഡിൽ കാണാൻ സാധിക്കുന്നത് ജോർദാൻ ആർക്കിയോളജിക്കൽ മ്യൂസിയവും നശിപ്പിക്കപ്പെട്ട രീതിയിലുള്ള റോമൻ ടെമ്പിൾ, ഉമായത് മോസ്ക്, ഉമായത് പാലസ്, ഉമായത് ഓപ്പൺ സിസ്റ്റേൺ, ബൈസന്റൈൻ ചർച്ച് എന്നിവയാണ്. സിറ്റാഡൽ എന്ന ഏറ്റവും ഉയരം കൂടിയ ഈ മലയുടെ മുകളിൽ നിന്ന് ചുറ്റോട് ചുറ്റുമുള്ള മറ്റു മലകൾ കാണുവാൻ വളരെ ഭംഗിയാണ്. അങ്ങനെ സിറ്റാഡലിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം കുറച്ചു നേരം ഞങ്ങൾ അവിടെ വിശ്രമിച്ച് റിലാക്സ് ചെയ്ത് അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനമുണ്ട്.